ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. അഴിമതിക്കെതിരെ, സ്വജന പക്ഷപാതത്തിനെതിരെ, വികസന മുരടിപ്പിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF. അഴിമതിക്കെതിരെ, സ്വജന പക്ഷപാതത്തിനെതിരെ, വികസന മുരടിപ്പിനെതിരെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു നിർവഹിച്ചു. ഭരണമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. ആ LDF ഭരണത്തിന് ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള UDF നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ എല്ലാം തകർത്തിരിക്കുകയാണ്. നിരന്തരം ജനങ്ങളുടെ ആക്ഷേപങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായ സ്തംഭനാവസ്ഥയിലാണ് പഴയന്നൂർ പഞ്ചായത്ത്. രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതിക്ക് നീക്കിവെക്കുന്ന സംഖ്യ വെട്ടിക്കുറച്ചുകൊണ്ടും പുതിയ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടും തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദുരന്തം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് പുറമെയാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണസമിതി, കോൺഗ്രസ് ഭരണസമിതി നടത്തിയ അഴിമതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് മേഖല പഴയന്നൂർ പഞ്ചായത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. മാസങ്ങളായി നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിച്ചിട്ട് തൊഴിൽ ചെയ്ത തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച. തൊഴിലുറപ്പ് പദ്ധതിയുടെ എഞ്ചിനീയർമാർ, അക്രഡിറ്റഡ് എഞ്ചിനീയർമാർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, ഓവർസിയർമാർ ഇവരെല്ലാം ചേർന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽ കരാറുകൾക്ക് നടത്തുന്ന കരാറുകാരും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു കോക്കസ് വലിയ തോതിലുള്ള വെട്ടിപ്പാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നടത്തിയത്. സുകുമാരൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC ജോർജ്, അംഗങ്ങളായ KM അസീസ്, അമൽരാജ്, KP ശ്രീജയൻ, സുധീഷ്, KM ഷക്കീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 100 കണക്കിന് ആളുകൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. പക്ഷേ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് തനത് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാവനാപൂർണമായ പദ്ധതി ഈ ഗ്രാമപഞ്ചായത്ത് UDF ഭരിക്കുമ്പോൾ നടത്തിയിട്ടില്ല. ഇവിടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. പഴയന്നൂർ അമ്പലനട ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. പഴയന്നൂർ മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുള്ളത്. പക്ഷേ CCV ന്യൂസ്, പഴയന്നൂർ.